നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഉപയോഗമായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഷയം പറയുന്നത്, രോഹിണി നക്ഷത്ര ജാതകർക്ക് 2024 ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത 2-3 വീഡിയോയിൽ, അശ്വതി ഭരണി കാർത്തിക എന്നീ നാളുകൾ ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദിത്യൻ മീനം മേടം രാശിയിലും ശനി മൂലക്ഷേത്രത്തിൽ കുംഭൻ രാശിയിലും വ്യാഴം മേടം രാശിയിലും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥാനങ്ങൾ എന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കറക്റ്റായിട്ടുള്ള സ്ഥാനങ്ങളും സഞ്ചാരപാതയും ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. രോഹിണി നക്ഷത്ര ജാതകർക്ക് 2024 ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിലായിരിക്കും ഗുണാധിക്യം കൂടി വരുന്ന സമയം എന്ന് പറയുന്നത്. മുൻപ് ഒന്നിൽ കൂടുതൽ തവണ ശ്രമിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ഈ സമയം നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ തൊഴിൽ മേഖലയിൽ, ഔദ്യോഗിക രംഗങ്ങളിൽ പ്രശംസ, സൽപ്പേര് എന്നിവ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ എന്നിവ വന്നു ചേരുവാനുള്ളൊരു സമയം കൂടിയായിരിക്കും. അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട്, ജാതകനെ കൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ സാധിക്കുന്ന ഒരു കാലമായിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. സമൂഹത്തിലും ആൾക്കാരുടെ ഇടയിലുമൊക്കെ ജാതകനെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളുടെ ആശയങ്ങളെ വളരെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നവരും ധാരാളം ഉണ്ടാവുകയും സാമൂഹികമായ ബഹുമാന്യത വർദ്ധിക്കുന്നതുമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഇത് കറക്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. പ്രണയബന്ധങ്ങൾക്ക് ദൃഢത കൂടി നിൽക്കും. അവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരുകയും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ പ്രതീക്ഷിക്കാവുന്നതും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. കൂടാതെ തന്നെ ഔദ്യോഗികപരമായും അല്ലെങ്കിൽ ഉദ്യോഗത്തിനായും വേണ്ടി ഉള്ള അഭിമുഖങ്ങളിൽ, ഇൻ്റർവ്യൂകളിൽ മികച്ച രീതിയിൽ കഴിവ് തെളിയിക്കുവാൻ മേലുദ്യോഗസ്ഥരുടെ ബഹുമാനത്തിനും ആശംസയ്ക്കും പാത്രമാകുവാനൊക്കെ സാധിക്കും. ഏറെക്കാലമായി ശത്രുതയിൽ അല്ലെങ്കിൽ പിണക്കത്താൽ മാറിപ്പോയ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ ആരുമാകാം, അവരിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അവർ തിരിച്ച് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാസത്തിൻ്റെ പകുതിയിൽ ജാതകർക്ക് മാനസികമായി കുറച്ച് ഉദാസീനത ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബപരമായ ചില കാര്യങ്ങളിലും യാത്രകളുമായി വരുന്ന കാര്യങ്ങളിലുമൊക്കെ പണച്ചിലവ് അധികരിക്കുവാനും സാധ്യതയുള്ള സമയമാണ്. യാത്രകൾക്കായി പണം ചിലവഴിക്കുന്നത് മാത്രമായിരിക്കും മിച്ചമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ജാതകന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുടുംബപരമായതും യാത്രയുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിൽ പിതാവിൻ്റെ അപ്രിയത്തിന് വഴിതെളിക്കും. അതായത് പിതാവ് പറഞ്ഞത് കേൾക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയും അത് പിതാവിൻ്റെ അപ്രിയത്തിന് കാരണമാവുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അതുകൂടി ഓർമ്മയിൽ വയ്ക്കുക. ആയതിനാൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി.
രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നിലപാടുകൾ എടുക്കുമ്പോൾ വ്യക്തത ഉണ്ടായിരിക്കണം. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണിത്. അത് ജാതകൻ്റെ അഭിമാനം വരെ നഷ്ടമാക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നഷ്ടമാക്കുവാൻ സാധ്യതയുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ധനസഹായങ്ങൾ വന്നു ചേരും. അതിനോടൊപ്പം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണ്ട സമയമാണ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രങ്ങൾക്കും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം ചെറിയ രീതിയിൽ ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇടവക്കൂറിൽ വരുന്നതാണ് രോഹിണി നക്ഷത്രം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ മാറ്റങ്ങളിൽ ജാതകർക്ക് സന്തോഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ കൂടി നടക്കും എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. വിദേശയാത്രയ്ക്ക് സാഹചര്യം ഉണ്ടാവുകയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ കക്ഷി രാഷ്ട്രീയ രംഗങ്ങളിൽ വിജയസാധ്യത വളരെ കുറവായിരിക്കും. ആലോചിച്ച് പ്രവർത്തിക്കുക. വിദേശത്ത് നിലനിൽക്കുന്നവർക്ക് ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിന് അകാരണമായ തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പകുതി മനസ്സോടെ ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ സമയത്ത് സംജാതമാകുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം ഒന്ന് വളരെയധികം അല്ലെങ്കിലും ഒരു ഏകദേശം ഉയർന്നു വരുമെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ധനവ്യയം നടത്തുമ്പോഴും ശ്രദ്ധിക്കുക. അത് ഈ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തും. ആ കാര്യങ്ങൾ ആലോചിച്ച് ധനവ്യയം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ജീവിത നിലവാരം താഴോട്ട് പോകും എന്നുള്ളതാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ജാതകർക്ക് വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ ആശയങ്ങൾ വന്നു ചേരുമെങ്കിലും, അതായത് പല ആൾക്കാരും പല കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ള പല കാര്യങ്ങൾ പലയിടത്തുനിന്നും കേൾക്കേണ്ടി വരുമെങ്കിലും അറിവുള്ളവരുടെ ഉപദേശങ്ങൾ കൂടി സ്വീകരിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആ രാഷ്ട്രീയ ഭാവിയെ വീണ്ടും ദോഷം അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. നിലപാടുകൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇതേപോലുള്ള പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ വിഷുഫലങ്ങൾ വരുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.